കേരളത്തിലെ ഇലക്ഷനിൽ ജയിക്കരുതാത്ത ഒരാൾ കാലിന്റെ ഇട വരെ പോലെ മൈക്കും കുത്തിക്കറ്റി വെച്ച് ജനങ്ങളെ പറ്റിക്കുന്ന എന്തൊരു വിട്ടിത്തരവാടോ. എങ്ങനെയുണ്ട് ചേട്ടാ റോഡ്? എങ്ങനെ വാഴ വെച്ചായിരുന്നേ കൊള്ളായിരുന്നു, പന്നിക്ക് തീറ്റെങ്കിലും ആ PR വർക്ക് മാത്രമേ നടക്കുന്നുള്ളൂ. 2TV സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. ഞാൻ പറയുന്ന കേരളത്തിലെ ഇലക്ഷനിൽ ജയിക്കരുതാത്ത ഒരാൾ, അതെ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സാധാരണക്കാരെ ഊമ്പിച്ച് പത്തനാപുരംകാരെ പറ്റിച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ബസ്സുണ്ടാക്കി ഈ നാട് നശിപ്പിച്ച ഗണേഷ് കുമാർ, അതെ, എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു മാന്യൻ ലോകത്ത്, കേരളത്തിൽ ഇത്രയും മാന്യനായ, പെണ്ണു പിടിക്കാത്ത, കള്ളു കുടിക്കാത്ത, നാടിന് വേണ്ടി ഇത്രയും നല്ല ജർമ്മൻ ടെക്നോളജി റോഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരാൾ പ്രിയപ്പെട്ട ഗണേഷ് ചേട്ടൻ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, 60-50 കോടി മുടക്കിയ ഒരു റോഡാണിത്. ജർമ്മൻ ടെക്നോളജി നിർമ്മിച്ച ഒരു റോഡാണിത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കാണണം. അതുപോലെ തന്നെ ഇവിടുത്തെ KSRTC അവസ്ഥ നിങ്ങൾ കാണണം. സ്വന്തം മണ്ഡലത്തിലെ KSRTC മന്ത്രിയായിരിക്കുന്ന ഗണേഷിന് ഈ നാട്ടിലെ ഒരു KSRTC സ്റ്റാൻഡിൻ്റെ ശോചനീയ അവസ്ഥ മനസ്സിലാകുന്നില്ലേ? തീർച്ചയായിട്ടും മറ്റന്നാൾ നിങ്ങൾ ഇലക്ഷൻ വോട്ട് കുത്താൻ പോകുമ്പോൾ പ്രിയപ്പെട്ട പ്രബുദ്ധരായ മറ്റു നാട്ടുകാർ പൊട്ടന്മാരും നിങ്ങളെ വിളിച്ചേക്കാം. അതെ, നിങ്ങൾ ആലോചിക്കണം, ഗണേഷ് വോട്ട് ചെയ്യണോ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇവിടെ രാഷ്ട്രീയമല്ല, കണ്ണിൽ പൊടിയിടുന്ന ജനങ്ങളെ ഇനിയും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരാൾ ഇനി ഈ നാടിന് വേണോ, രാഷ്ട്രീയത്തിൽ വേണോ, CPM വേണോ, ഇവിടെ മന്ത്രിയായിട്ട് വേണോ എന്ന് പ്രിയപ്പെട്ട ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും 2TV പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം. പത്തനാപുരം പുന്നല റോഡാണ് കേട്ടോ. ജർമ്മൻ ടെക്നോളജിയിൽ പ്രിയപ്പെട്ട ഗണേഷ് കുമാർ 100 വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത റോഡാണിത് കേട്ടോ. ജർമ്മൻ ടെക്നോളജി എന്നാണ് പറയുന്നത്. അത്രയും ജർമ്മൻ ടെക്നോളജിയിലാണ് ഗണേഷ് കുമാർ ഈ റോഡ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ വേറെടുത്തും ഇല്ല ഇത്രയും മനോഹരമായ ഒരു റോഡ് പ്രിയപ്പെട്ടവർ. അതായത് ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു റോഡാണിത്. ഇവിടെ ഉണ്ടോ വണ്ടിയൊക്കെ പോണ പോക്ക് കണ്ടോ? ഇതാണ് ജർമ്മൻ ടെക്നോളജി റോഡ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രേക്ഷകരൊന്നും അറിയണം. കാരണം മനസ്സിൽ ഇത്രയും വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരു മിനിസ്റ്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾ TV കാണുന്ന ആളൊന്നുമല്ല ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആൾ, TV-യിലോ ഇൻ്റർവ്യൂവിലോ കാണുന്ന ആളൊന്നുമല്ല. ഇദ്ദേഹം ഒരു പ്രത്യേക ടൈപ്പ് ഒരു ആളാണ്. കുറച്ചൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വന്നത്, പത്തനാപുരത്ത് വന്നത്. കാരണം സത്യം എന്ന് പറയുന്ന സാധനം എന്നും തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഈ ജ്യോതികുമാർ ചാമക്കാല, അതുപോലെ തന്നെ ഗണേഷ് കുമാർ, പിന്നെ BJP-യുടെ ഒരാളുണ്ട്, ഇവരൊക്കെ 3 പേരും മത്സരിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാളായിട്ട് ഇവിടെ ഇദ്ദേഹം എല്ലാ ഇൻ്റർവ്യൂസിലും എല്ലാ ബൈറ്റ്സിലും പറയുന്നുണ്ട് പത്തനാപുരം ഇങ്ങനെ ആക്കിയത് ഞാനാണ്, പത്തനാപുരം ഇങ്ങനെ ആക്കിയതെന്ന് ഇയാളെന്നേ. 10 കൊല്ലത്തെ വികസനത്തിന് ശേഷം ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല. കാരണം ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ടെക്നോളജിയാണ് അല്ലേ. ജർമ്മൻ ടെക്നോളജി നടക്കുന്ന ഉള്ള റോഡാണ്. ചേട്ടൻ്റെ പോക്ക് കണ്ടോ? എപ്പോൾ പോവും? സൂക്ഷിച്ച് നോക്കൂ. ജർമ്മൻ ടെക്നോളജിയിലുള്ള ഒരു റോഡാണ്. ആണോ? ജർമ്മൻ ടെക്നോളജിയാണോ അത്? ഒന്നേ ചോദിക്കട്ടെ. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ 100 വണ്ടിയൊക്കെ ആയിട്ട് വന്ന് ജർമ്മൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ പഴയതായിരുന്നു, ഇതിനെക്കാട്ടി നല്ലതായിരുന്നു അല്ലേ? ഇത്രയും കഷ്ടപ്പാടില്ല. ടെക്നോളജി എന്നാണോ ഭയങ്കര ഗണേഷോട് ചോദിക്കണം. പുള്ളിയോട് തന്നെ ഡയറക്റ്റ് ചോദിക്കണം ഇത് എവിടുത്തെ ടെക്നോളജിയാണ്. ഗണേഷേ കേൾക്കുന്നുണ്ടോ? ജർമ്മൻ ടെക്നോളജി പിള്ളേരൊക്കെ പറയുന്നുണ്ടോ? എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. ജർമ്മൻ ടെക്നോളജി പതുക്കെ പോ. എങ്ങനെയുണ്ട് ജർമ്മൻ ടെക്നോളജി? സൂപ്പർ അല്ലേ? ഒരു രക്ഷയില്ലല്ലേ? അതാണ് ഉണ്ടോ. ഇത്രയും നല്ലൊരു ടെക്നോളജി കേരളത്തിൽ ഒരു റോഡിലും കാണുകയല്ല പ്രിയപ്പെട്ടവരെ. പുതുക്കോ എന്നും പറഞ്ഞിട്ടുണ്ടാ മോളെ. എൻ്റെ പൊണ്ണ് ഗണേഷ് കുമാറെ, ഈ വായ്ത്താളം അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ TV-യിലും 100 യൂട്യൂബേഴ്സ് ചാനലിനെയും വെച്ചിട്ട് ഈ കൊണയടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരെങ്കിലുമൊക്കെ ഇത് പറയാൻ കാണുമെന്നേ. കാരണം ഇവിടെ ഇപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പത്തനാപുരത്ത് രാജഭരണം തന്നെയാണ് നടക്കുന്നത്. റോഡ് എങ്ങനെയുണ്ടനിയാ? സൂപ്പർ റോഡാതിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ റോഡ്? എങ്ങനെ വാഴ വെച്ചായിരുന്നേ കൊള്ളായിരുന്നു, പന്നിക്ക് തീറ്റെങ്കിലും അതാണ് നമ്മുടെ റോഡ്. ജർമ്മൻ ടെക്നോളജി ജർമ്മൻ ടെക്നോളജി ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ വായ്ത്താളം അടിച്ചിട്ടൊന്നും കാര്യമില്ല ഗണേശ. ഈ 100 യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്ന് ഈ കൊണാന്നടിച്ചിട്ട് വല്ല കാര്യം നടക്കുമോ? ഈ പാവപ്പെട്ട സാധാരണക്കാരെ പറ്റിച്ചു ഊമ്പിച്ചും താൻ ഈ ചെയ്തു വച്ചിരിക്കുന്ന, ഈ പത്തനാപുരത്ത് ചെയ്തു വച്ചിരിക്കുന്ന പരിപാടികൾ ജനം തിരിച്ചറിയേണ്ടത് തന്നെയാണ്. കാരണം അത്ര മോശപ്പെട്ട കാര്യങ്ങളാണ് താൻ ഇവിടെ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും കേരളത്തിൽ രാജഭരണം നിലനിൽക്കുന്ന ഏക ഒരു സ്ഥലം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് ഈ പത്തനാപുരം തന്നെയാണ്. ഈ രാജാവിനെ പേടിച്ച് ആരും സൂക്ഷിച്ചു പോ മക്കളെ, ഒന്നേ പതുക്കെ പോ.
അപ്പോൾ രാജഭരണം, ഈ രാജാവിനെ പേടിച്ച് പ്രജകളാരും വാ തുറക്കരുത്, വാ മിണ്ടരുത്, രാജാവ് നഗ്നനാണെന്ന് ആരും പറയരുത്. അത്രയും മോശപ്പെട്ട ഒരു റോഡ് തന്നെയാണ്. ഇവരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചാൽ പറയുമോ? എങ്ങനെയുണ്ടാ മക്കളെ നമ്മുടെ ജർമ്മൻ ടെക്നോളജി റോഡ്? നല്ല റോഡ്. പറ, നീ ഒന്ന് പറഞ്ഞിട്ട് നോക്ക്. ഒന്നും പറയില്ല, അമ്മയോട് നീ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകും. അമ്മച്ചി എങ്ങനെയുണ്ട്? അടിപൊളി. ചിരിക്കോളോ? ഒന്നും പറയാനില്ലല്ലേ? നല്ല റോഡ്. അനുഭവിച്ചു. എങ്ങനെയുണ്ട് റോഡ്? അയ്യോ വേണ്ടേ. അടുത്ത ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, KSRTC ഓടുന്നുണ്ട്. സൂക്ഷിച്ചു പോ KSRTC. ജർമ്മൻ ടെക്നോളജി അടിപൊളി കേട്ടോ, പിള്ളേരൊക്കെ അടിപൊളി എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും നല്ലൊരു ജർമ്മൻ ടെക്നോളജി റോഡ് പക്ഷേ ഇനിയുണ്ട് കാണിക്കാൻ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിക്കാൻ താങ്കളെക്കുറിച്ച്. കാരണം ഇത്രയും മോശപ്പെട്ട, ഞാൻ കൊച്ചിയിലെ KSRTC കഥ അറിയാലോ, അതിപ്പോൾ പണി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഇനി പണിയെ സമയമില്ല, താൻ ഇറങ്ങി പോവുക, ഭരണത്തിൽ നിന്നേ പോവുക. അതുകൊണ്ട് താനൊരു കാര്യം മനസ്സിലാക്കുക, പ്രബുദ്ധരായ ഈ പത്തനാപുരക്കാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഗണേഷ് ഈ ഇരുന്ന യൂട്യൂബ് ചാനലിൽ ഇവിടം തൊട്ട് ഇവിടം വരെ മൈക്കും വെച്ചിട്ട് ഈ കൊണയടിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇവിടെ വരണം. റോഡ് എങ്ങനെയുണ്ട്? അയ്യോ, ഒന്നും പറയണ്ട. ജർമ്മൻ ടെക്നോളജി. രാജാവിനെ പേടിയില്ലല്ലോ? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. ജർമ്മൻ ടെക്നോളജി. അതെ, ഇതാണ് ജർമ്മൻ ടെക്നോളജി. ഇതാണ് യഥാർത്ഥ ജർമ്മൻ ടെക്നോളജി. നിങ്ങൾക്ക് കിട്ടിയ ഇത്രയും നല്ലൊരു മന്ത്രിയെ കിട്ടിയ നിങ്ങളുടെ ഭാഗ്യമാണ്. ഒരിക്കലും അല്ല ആന്ന് എനിക്ക് തോന്നുന്നത്. ജർമ്മൻ ടെക്നോളജി റോഡ്, KSRTC സ്റ്റാൻഡ് ഒക്കെ ചേട്ടൻ കണ്ടിട്ടില്ലേ ഒന്നും? ഞാനൊരു കാര്യം പറയൂ സാർ. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് പുള്ളി ഇവിടുത്തെ MLA ആണ്. അതെ. MLA മന്ത്രിയൊക്കെ ആയിരുന്നിട്ടുണ്ട്. ചുറ്റുപാടുമുള്ള, അതായത് കോന്നിയാട്ടെ, അടൂരാട്ടെ, കൊട്ടാരക്കരയാട്ടെ, പുനലൂർ, ഇതെല്ലാം LDFന്റെ MLA-മാരാണെങ്കിൽ തന്നെയും ഈ ചുറ്റുപാടുമുള്ള എല്ലാ മണ്ഡലങ്ങളിലുള്ള വികസനവും ഈ പത്തനാപുരത്തെ 25 വർഷക്കാലമുള്ള ഈ വികസനവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജർമ്മൻ ടെക്നോളജിയുടെ ഇവിടെ വികസനത്തിന്റെ പെരുമഴയാണ്. വികസനത്തിന്റെ പെരുമഴയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പെരുമഴ വന്നാൽ ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അയാൾ എന്താ ചേട്ടാ ചെയ്യാത്ത എന്താണ്? പക്ഷെ അയാൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ മറ്റൊരു കുറെ പിള്ളേരെ കൊണ്ട് നടപ്പുണ്ടല്ലോ. ആ PR വർക്ക് മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ പുറത്തുള്ള ജനങ്ങൾ പുള്ളിയുടെ ചുറ്റും ഒരു കോക്കസ് ഉണ്ട്. ആ കോക്കസിന്റെ ഉപദേശവും ഒക്കെ കൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. വായ്ത്താളം. കോട്ടങ്കാർ പറയും വായ്ത്താളം. അതെ. ആളെ പഠിച്ചോണ്ടിരിക്കുക. വേറെ വാക്കൂടെ പറയും, ചുമ്മാ ഇരുന്ന് കൊണയടിക്കുക. അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിന്റെ അവസ്ഥ. മര്യാദയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. എത്ര നാളുകളായിട്ട് ഇവിടെ. നമുക്കിനി ആകെ ഒരു രക്ഷയുള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, അത് മാർഗമുള്ളൂ. സന്തോഷം. പ്രാർത്ഥിക്കല്ല, ഈ വർഷം മിക്കവാറും മാറും. മാറാത്തത് മാറുമല്ല, മാറാത്തത് മാറുമല്ല. ജനങ്ങളെ ഇനി പറ്റിക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അതെ, പ്രിയപ്പെട്ട പത്തനാപുരക്കാരെ, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനെ പരിപൂർണ വിജയത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം. കാരണം അത്രയും നല്ല ജർമ്മൻ ടെക്നോളജിയാണ് അദ്ദേഹം ഉണ്ടാക്കി തരുന്നത്. ജയിപ്പിക്കല്ലേ? ജയിപ്പിക്കണം. ഞങ്ങൾ 3.5 വർഷമായിട്ട് അനുഭവിക്കുക. മുട്ടുകാൽ തല്ലി ഓടിക്കുമല്ലേ? മുട്ടുകാലല്ല, ഇനിയിപ്പോ പലതും തല്ലി ഓടിക്കേണ്ടി വരും. 3.5 വർഷം. വേറെ വളരെ കാര്യമായിട്ട് പേരെന്താ? എൻ്റെ പേര് ബിനു. ചേട്ടാ, ഇതെന്താണ് ഈ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് നിങ്ങൾ പത്തനാപുരം? ഞാൻ കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടന്മാരെ നിങ്ങളാ. അല്ല, അത് സത്യമാ. പുറത്ത് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ പറയുന്നത്. അല്ല, ഇതിനകത്ത് ഞങ്ങൾ ഈ TV-യിലും ഇതിലൊക്കെ കാണുമ്പോൾ ഇയാൾ ഇവിടെ തൊട്ട് കാലിന്റെ ഇവിടെ വരെ, സോറി കാലിന്റെ ഇവിടെ വരെ അവിടെ ഉണ്ട് മൈക്ക് കുത്തി വെച്ചിരിക്കുന്ന ഒരാളാണ് ഗണേഷ്. അവിടെ ഉണ്ട്. ഇതിനകത്ത് കാണുന്ന PR വർക്ക് എന്ന് പറഞ്ഞാൽ പത്തനാപുരം ഉണ്ടാക്കിയത് ഗണേഷാണ്. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അതാണ് ഈ അവസ്ഥയിലെത്തിയത്. എൻ്റെ ഒരു ഷൂ മനഞ്ഞവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ആണല്ലോ. 4 വർഷമായിട്ട് ആ അവസ്ഥയിലാണ് ഞങ്ങൾ. 4 വർഷത്തിന് മുമ്പ് ഒരു തേങ്ങ ഉടച്ച് തുടങ്ങിയതാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ പത്തനാപുരത്തിനെ എന്തൊക്കെയോ ആക്കി മാറ്റാമെന്ന് പറഞ്ഞ് ഒരു തേങ്ങ സപ്പോർട്ട് ചെയ്തല്ലേ? ഒരിക്കലും അല്ല. ഞങ്ങൾ അന്നത്തെ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അംഗീകരിക്കണമല്ലോ. അന്ന് രാഷ്ട്രീയമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയക്കാരനാണ് ഇത് സഹിക്കുന്നേ? ഞങ്ങൾ നികുതി കൊടുക്കുന്നവരല്ലേ? ഞങ്ങൾക്ക് കൊടുക്കുന്ന നികുതിക്ക് തക്കതായ ഞങ്ങൾക്കുള്ള ഫെസിലിറ്റി കിട്ടണമല്ലോ. ഞങ്ങളതിന് അർഹതപ്പെട്ടതാണ്. ഈ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്ന ഈ ഇന്ത്യയിൽ കേരളത്തില് ഏറ്റവും കൂടുതൽ ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്ന ഒരു സ്ഥലം നിങ്ങളുടെ പത്തനാപുരം. തീർച്ചയായിട്ടും. കാരണം പലർക്കും പറയണമെന്നുണ്ട്, അവര് മുഖം മറച്ചൊക്കെ പോവുക. അയ്യോ, അദ്ദേഹം വാളകത്തെ കൊട്ടാരത്തിൽ നിന്ന് വന്ന ആളല്ലേ.
അദ്ദേഹം വലിയ തമ്പ്രാനാണ്. അദ്ദേഹത്തെ നമ്മളെല്ലാവരും അനുസരിച്ചിരിക്കണം. എൻ്റെ പൊണ്ണു ഗണേഷ് ചേട്ടാ, നിങ്ങൾ കൊട്ടാരത്തിൽ നിന്നോ ഏത് കോണത്തിൽ നിന്ന് വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ പാവപ്പെട്ട പ്രബുദ്ധരായ ഈ പത്തനാപുരംകാരെ ഇനിയും ഇങ്ങനെ ഊമ്പിക്കരുത്. കാരണം ഈ സ്ഥലം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇത്രയും കോടിക്കണക്കിന് പൈസ 69 കോടി കണ്ടായി കുണച്ചു കുത്തി വെച്ചിരിക്കുന്ന പത്തനാപുരത്ത്. ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ പറയും ഇത് മറ്റേ ജ്യോതികുമാർ ചാമക്കാലൊക്കെ എൻ്റെ PR വർക്ക് ഉണ്ടാക്കാമെന്നു. അല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് സൂരജ് പാലക്കാരനൊക്കെ പോലെ. ഒരു മര്യാദ വേണം. കാലിൻ്റെ ഇട വരെ പോലെ മൈക്കും കുത്തിക്കയറ്റി വെച്ച് ജനങ്ങളെ പറ്റിക്കുന്ന എന്തൊരു വിഡ്ഢിത്തരമാടോ. കൈക്കൂലി മാത്രം മതിയോ ജീവിക്കാൻ? ഒരു മനസാക്ഷി. തന്നെ പേടിയാണോ അവിടെയുള്ളവർക്ക്? തന്റെ കുടുംബക്കാരെ പേടിയാണ്, തന്റെ വീട്ടുകാർക്ക് തന്നെ പേടിയാണ്. ആരും വാതുറക്കുന്നില്ല. എന്തൊരു തെണ്ടിത്തരമാണ് കാണിക്കുന്നത്. ഇനിയും പത്തനാപുരംകാർ കുണച്ചു കുത്തി അങ്ങ് കൊടുക്കുക വോട്ട്. കാരണം ഇത്രയും മാന്യനും കൈക്കൂലി മേടിക്കാത്തവനും പെണ്ണിപിടുത്തമില്ലാത്തവനുമായ പ്രിയപ്പെട്ട ഗണേശേട്ടാ, നിങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം പ്രബുദ്ധരായ പത്തനാപുരം. ഈ വർഷം പണി കൊടുത്തിരിക്കും. ഇവിടുത്തെ പണിയല്ല പ്രശ്നം. ഇനി രാജഭരണം നിർത്തി ഈ പത്തനാപുരം ആക്കണം പ്രിയപ്പെട്ട പത്തനാപുരംകാരെ. കൂടുതൽ വായ്ത്താളം പഠിക്കുന്നില്ല. നന്ദി, സ്നേഹം. 2TV വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ, ചെളിക്കുഴിയിൽ നിന്ന് പുറത്തേക്ക്.